തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കോഴിക്കോട് ഇ-ബൈ ടൂറിസത്തിന്റെ POP നടത്തുവാനായിട്ട് ഇനി വേറെ ഹോൾ കണ്ടെത്തേണ്ടി വരും. തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാല്ലേ, അവിടെ ആൾക്കാർ പുറകില് പല ചെയറുകളും ഒഴിവുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പുറകിൽ നിന്ന വ്യക്തികൾക്കറിയാം വന്ന അത്ര ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നിങ്ങൾ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുമെങ്കിൽ വളരെ മുന്നേ നിങ്ങളും ഗസ്റ്റുമായിട്ട് ഹോൾ എത്തുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടാകും, നിങ്ങളുടെ ടീം ഡെവലപ്പ് ആവും. അതല്ലാത്തവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ആ വ്യക്തികൾ പിന്നെ നിങ്ങളോട് അസോസിയേറ്റ് ചെയ്യില്ല. ഓക്കെ, ഞാൻ എന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. ചെറിയ സമയത്തിനുള്ളിൽ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തീർക്കണം. എന്റെ പേര് സെബാസ്റ്റ്യൻ, സ്ഥലം ചേർത്തലയിലാണ്. 2008 PSC വഴി KSRTC ഡ്രൈവറായിട്ട് ജോലി കിട്ടി. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു പ്രൊജക്ട് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ ഒരു ഗവൺമെന്റ് ജോലി. ആ ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ ഒരു അവസ്ഥയൊക്കെ അറിയാം. RK സാർ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു, ഒരു അധിക വരുമാനം. ഞങ്ങളെ സംബന്ധിച്ച് അധിക വരുമാനം ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു സാമ്പത്തിക ചുറ്റുപാടുള്ള വീട്ടിലെ വ്യക്തിയുമല്ല, ഒരു പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ 6 മക്കളിൽ 3ാമനായ വ്യക്തിയാണ് ഞാൻ. എനിക്ക് വിശ്വസിക്കാവുന്ന എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്, നമ്മളെല്ലാവരും ഇന്ന് ആദരിക്കുന്ന റാഫിക, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 6ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ യൂറിൻ സ്റ്റോൺ പൊടിച്ച് പുറത്തു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തെ ഒരു പുച്ഛത്തോട് നോക്കി ഒരു കളിയാക്കിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ മുറിയിൽ ഇരുന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്തു. അദ്ദേഹത്തിന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ പ്രൊഡക്റ്റിന്റെ ഉപയോഗം, പ്രോപ്പറായിട്ടുള്ള ഉപയോഗം ഞാൻ ഉപയോഗിക്കാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ പ്രോപ്പറായിട്ട് ഉപയോഗിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ ആ വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ കാര്യമുണ്ട്. കാരണം നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിപ്പിച്ചിരിക്കണം. പലരും ചെയ്യാത്ത കാര്യമാണ്. റാഫിക എന്നെ പുറകെ നടന്നു എന്ന് പറഞ്ഞതുപോലെ എന്റെ വീട്ടിൽ തന്നെ പല പ്രാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കണം. എങ്ങനെ? കയ്യിൽ കെട്ടണം, വെള്ളം കുടിക്കണം. ഈ വെള്ളം കുടിക്കണം ഇന്ന് നമ്മളോടൊക്കെ പലരും പറയുമ്പോഴേക്കും നമുക്ക് മടിയാ. പക്ഷെ ഇന്ന് നിങ്ങളെ ഈ വെള്ളം കുടിക്കണമെന്ന് ആരോഗ്യമുള്ള സമയത്ത് ഇപ്പൊ പറയുമ്പോൾ കുടിക്കാത്ത പലർക്കും ഡയാലിസിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഇപ്പൊ എത്ര റേഷ്യോ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ എവിടെയാ? ഇവിടെ തന്നെയാവുള്ളൂ അല്ലെ? അങ്ങനെ ഒരു കിഡ്നി ഫെയിലിയർ ആകുന്ന സമയത്ത് നമ്മൾ ദാഹിച്ചാലും വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ചാലും അന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് കാരണം കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ കുടിച്ചോണം. അതേപോലെ റാഫിക എന്നെ എന്ത് ചെയ്തു? വെള്ളം കുടിപ്പിച്ചു. നല്ല ശരിയായ രീതിയിൽ വെള്ളം കുടിപ്പിച്ചു. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എന്നെ തുടക്കത്തിൽ കണ്ട വ്യക്തികൾക്കറിയാം, അത്യാവശ്യം ഇത്രയൊക്കെ വയറുണ്ടായിരുന്നു. ഏകദേശം അതിലും കൂടെ ഉണ്ടായിരുന്നു, അത്യാവശ്യം വയറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ സംബന്ധിച്ച് എന്തായി? ആ ഒരു സംവിധാനമൊക്കെ മാറി. എന്റെ മെയിൻ പ്രശ്നം എന്റെ ബാക്ക് പെയിൻ ആയിരുന്നു. അതായത് 45 ദിവസം ചേർത്തല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഒരേ കട്ടിൽ കിടന്ന വ്യക്തിയാണ്. അതിന് മുന്നേ ഒരുപാട് ചികിത്സ കഴിഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ഒരുപാട് ചികിത്സ കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന സമയത്തൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പഴയ കണ്ടീഷൻ ആവും. ഇതാണ് ബാക്ക് പെയിൻ വന്നിട്ടുള്ള വ്യക്തികൾക്ക് ഇതറിയാൻ പറ്റും. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്നിൽ കണ്ടു തുടങ്ങി. ഞാൻ ആ പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു. 7 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇന്ന് ഹെൽത്തിയാണ്, പൂർണ്ണ ആരോഗ്യവാനാണ്. എനിക്കിന്ന് ബാക്ക് പെയിൻ എന്നുള്ള സംവിധാനം എന്റെ ശരീരത്തിലില്ല. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ എന്ത് ചെയ്തു? പക്കായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും ഇത് ഉപയോഗിപ്പിക്കാനും ഒരു ടീം ഡെവലപ്പ് ചെയ്യാൻ. കാരണം ഇത് വലിയ സാധ്യതയാണ്. സാറിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പെർ ഡേ 36,000. എന്നെ സംബന്ധിച്ച് പെർ മന്ത് കിട്ടാത്ത കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നോക്കണം. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇത് പഠിക്കാൻ ശ്രമിച്ചു. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു, പ്രൊജക്ടിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു, ലീഗൽ സൈഡ് പഠിക്കാൻ ശ്രമിച്ചു. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളും ഇത് പഠിക്കണം. പഠിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും. ഇതല്ല എന്തും. വീട്ടിലെ പാചകമാണെങ്കിൽ കൂടി പഠിക്കണ്ടേ? അല്ലെ? ഏത് കാര്യമാണെങ്കിലും പഠിക്കണം.
ഏത് കാര്യവും പഠിച്ചിട്ട് ചെയ്താൽ നല്ല രീതിയിൽ ചെയ്യാം. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒരുപാട് ലേഡീസ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? അവരൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ മാഡം ഒരു ഓട്ടോറിക്ഷ വാങ്ങി വീട്ടിലിട്ടു. ഈ ഓട്ടോറിക്ഷ വാങ്ങി വീട്ടിലിട്ട് ചില വ്യക്തികൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി പറയുന്നതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത്. ഓട്ടോറിക്ഷ വാങ്ങി വീട്ടിലിട്ടു, വരുമാനം വല്ലതും കിട്ടുമോ? എന്ത് ചെയ്യണം? ഓട്ടോറിക്ഷ ഓടണം അല്ലെ? പലരും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എന്തില്ല, വരുമാനം കിട്ടില്ലെന്ന് പറയുന്നവരുണ്ട്. ഓട്ടോറിക്ഷ വാങ്ങി വീട്ടിലിട്ട് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല അല്ലെ? അതിന്റെ ലോൺ അടക്കണം. അതിനുശേഷം പഠിക്കാൻ പിന്നെ കുറെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ ഓട്ടോറിക്ഷ പഠിക്കാതെ എന്ത് ചെയ്യും? ഓടിച്ചു തുടങ്ങും. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഗേറ്റിൽ മുട്ടും അല്ലെ? പിന്നെ റോഡിൽ ആൾക്കാർ തട്ടി, വണ്ടി തട്ടി, അവസാനം എന്ത് ചെയ്യും? ഒരുപാട് തട്ടുമുട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോറിക്ഷ കണ്ടാൽ പലർക്ക് പേടിയാവും. പിന്നെ ഓട്ടോറിക്ഷ സാധനം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ മാറിക്കളയും. ആ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ലേഡീസ് എങ്ങനെയാ ഓടിക്കുന്നത്? അവര് കൃത്യമായിട്ട് അത് പഠിച്ച ആളുടെ ശിക്ഷണത്തിൽ അത് പഠിക്കാൻ തയ്യാറായി, നല്ല രീതിയിൽ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഓടിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇത് കുടുംബം പുലർത്തുന്നില്ലേ? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ പഠിക്കുക, പഠിച്ചിട്ടാകാതിരിക്കുന്നത് കൂടുതൽ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് കിട്ടും. എക്സ്പീരിയൻസ് കിട്ടും, നമുക്ക് വിജയിക്കാം. അത്രേ ഉള്ളൂ. അത് ഈ പഠിത്തവുമല്ല, നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും പഠിക്കണം. ഇതിന് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ മാത്രം തയ്യാറാകുക. ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. എന്നെ പോലുള്ളവർക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇതിനകത്ത് വിദ്യാഭ്യാസ യോഗ്യതയില്ല, ഇതിനകത്ത് ഗ്ലാമർ ഇല്ല, ഒന്നും വേണ്ട. വിജയിക്കണം ഒരു ഫയർ നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരൊറ്റ പ്രൊജക്റ്റാണിത്. ഇന്ന് 18 മാസം കഴിഞ്ഞു ഈ ഒരു സംവിധാനം. ഞാനിത് 18 മാസം 65 ലക്ഷം എന്റെ അക്കൗണ്ടിൽ തന്നൊരു പ്രൊജക്ട് ആണ് ഈ ഓഡിറ്റോറിയം. ഞാൻ ആയുഷ്കാലം 50 വയസ്സായി. ഇനി ആയുഷ്കാലം ഞാൻ ആ സർവീസിൽ നിന്നാൽ എനിക്ക് കിട്ടാത്ത എമൗണ്ട് ഞാൻ വാങ്ങിക്കഴിഞ്ഞു. അത് ഈ പ്രൊജക്ടിന്റെ പവറാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? എങ്ങനെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടോ റിലേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് കൈ തന്നിട്ടുണ്ട്. ഇതിനെ സീരിയസ് ആയിട്ട് പഠിക്കുക, ഉപയോഗിക്കുക, സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുക. ജയ് ഈ ഓഡിറ്റോറിയം.